ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഷമി അഗത്തി. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ലക്ഷദ്വീപ് ഇന്നിപ്പോൾ 2021 ഏറ്റവും അവസാനമായി ലക്ഷദ്വീപ് സന്ദർശിച്ച VIP എന്ന് പറയാൻ പറ്റുന്നത് രാജ്നാഥ് സിംഗ്, ഇന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററാണ്. അപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദേശീയതയെ ചോദ്യം, ലക്ഷദ്വീപുകളുടെ ദേശീയത ചോദ്യം ചെയ്യാൻ ലോകത്തുള്ള ആരെക്കൊണ്ടും സാധിക്കത്തില്ല എന്നൊക്കെയാണ്. അപ്പോൾ അതിനു മുമ്പ് സംസാരിച്ചത് ഇന്നത്തെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്, അതിനു മുമ്പ് നരേന്ദ്രമോദി, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അപ്പോൾ ഒരുപാട് VIPs, മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്റേഴ്സും പ്രസിഡന്റുമാരും എന്താ പറയുക ക്യാബിനറ്റ് മിനിസ്റ്ററും ഒക്കെ സന്ദർശിച്ച ഒരു സ്ഥലമാണ് നമ്മുടെ ലക്ഷദ്വീപ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ദിരാഗാന്ധി, അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ഉരുക്ക് വനിത ലക്ഷദ്വീപ് സന്ദർശിച്ച കാര്യം പലർക്കും അറിയില്ല. ഇന്നത്തെ തലമുറയിലെ പലർക്കും അത് അറിഞ്ഞൂടാ. പക്ഷെ അറിയുന്നവർക്ക് തന്നെ പലർക്കും ഫോട്ടോസ് മാത്രമേ, എനിക്കൊക്കെ ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു, അല്ലെങ്കിൽ പേപ്പർ കട്ട്സ്, ന്യൂസ് അതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ വീഡിയോ അത്രയ്ക്കും അപൂർവമായ, അത്രയ്ക്കും വാല്യൂ ഉള്ളൊരു വീഡിയോ, അന്നത്തെ കാലത്ത് ലക്ഷദ്വീപിൻ്റെ അവസ്ഥയെ കാണിക്കുന്നൊരു വീഡിയോ ഉണ്ട്. അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടുപോർ ഒരുപാട് കുറവായിരിക്കും. കണ്ടുപോർ ഒരു 10 2-3 പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ കുറവാണ്. കാരണം എനിക്കത് കണ്ടപ്പോൾ എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അന്നത്തെ സംസ്കാരങ്ങൾ, നമ്മുടെ അന്നത്തെ വസ്ത്രധാരണ, നമ്മുടെ അന്നത്തെ ജീവിതശൈലി ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ഇന്ന് നമ്മളുള്ളതിനേക്കാളും ഒരുപാട് വ്യത്യസ്തമായതാണ്. നമ്മൾ ഇന്നും ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഒരു VIP വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഈ കോൽക്കളി അല്ലെങ്കിൽ പരിചയക്കളിയൊക്കെ, അന്ന് പാടിയിരുന്ന പാട്ടുകൾ, കളിച്ചിരുന്ന കളികളൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. മിനിക്കോയ് ദ്വീപിനെ കാണിക്കുന്നുണ്ട്, കൽപ്പനി ദ്വീപ്, പിന്നെ കവരത്തി ദ്വീപിലെ ഫിഷറീസ്, അഗ്രികൾച്ചർ ഓഫീസൊക്കെ കാണിക്കുന്നുണ്ട് അന്നത്തെ നമ്മുടെ ജീവിതശൈലി. അന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദിരാഗാന്ധി ലക്ഷദ്വീപ് ജനങ്ങളെക്കുറിച്ച് നമ്മുടെ സ്നേഹത്തെപ്പറ്റിയും പറയുന്ന ചില വാക്കുകൾ, അന്നത്തെ ജനങ്ങളോട് നമ്മൾ ഇന്ദിരാഗാന്ധി അഭിസംബോധന ചെയ്തിരിക്കുന്ന രീതി, അതൊക്കെ വളരെ വളരെ വാല്യൂബിളാണ്. ഒരു പക്ഷേ വളരെ അത്യപൂർവമായൊരു വീഡിയോ എന്ന് പറയാം ലക്ഷദ്വീപിനെ കുറിച്ച് എനിക്ക് തപ്പിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് കണ്ടപ്പോൾ എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം അത്രയ്ക്കും വാല്യൂബിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അന്നത്തെ നമ്മുടെ ആ ഒരു എൻവറോൺമെൻറ്റ്, നമ്മുടെ ഒരു പരിസ്ഥിതി, നമ്മുടെ ഒരു ജീവിതശൈലി, സാഹചര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ കാണുന്നുണ്ട് ഒരു പരിധി വരെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും വളരെ മനോഹരമായൊരു വീഡിയോ ആണ്. നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. And its 7,000 inhabitants, 3rd of February was a historical day. The occasion was the visit of the Prime Minister, Mrs. Indira Gandhi, to this far-off island as part of her 3-day visit to Lakshadweep. On arrival at the helipad, the Prime Minister was given a rousing reception never seen before. The entire town had turned up to greet the Prime Minister. Archers, buntings, all was there to greet the Prime Minister. आप सबको तो मालूम है कि मुझे समुद्र से और ऐसे द्वीपों पे रहने वालों के संग कितना प्रेम और लगाव है। बचपन से ही ये रहा है और यही खेद है कि जितना मैं आना चाहती हूँ उतना काम के कारण आने का अवसर नहीं मिलता है। वो हमें मालूम है, हमारे सामने रपट भी आती है और हर प्रकार की खबर आती है। जब से सैटेलाइट के द्वारा टेलीफोन का एक संबंध बना, तब से जानकारी प्राप्त करने में और भी सुविधा है। जब से यहाँ पे पढ़ाई बढ़ी, शिक्षा बढ़ी, तब से रोजगारी का, नौकरी का भी एक नया प्रश्न उठ खड़ा हुआ है। साइंस के द्वारा
हमको मालूम हो रहा है कि कैसे प्रत्येक वस्तु का उपयोग हो सकता है। आपके पास नारियल और नारियल के पेड़, अनेक प्रकार की मछलियाँ, ये सब तो हैं और इसका आप उपयोग कर रहे हैं, इससे लाभ उठा रहे हैं। लेकिन बहुत सी चीज़ें हैं जिनका उपयोग नहीं कर रहे हैं। अभी मैं आपके एडमिनिस्ट्रेटर साहब को बता रही थी कि ये जो एक जंगली फूल है, सफ़ेद फूल, अंग्रेजी में इसका नाम विंका है और तमिलनाडु में इसको लोग बोते हैं और इसका एक्सपोर्ट होता है दवा के लिए। इसी प्रकार से जैसे श्री शिवराज पाटिल ने आपको बताया कि समुद्र के अंदर बहुत धन है, केवल मछली नहीं, धन है जो हम उद्योग के लिए उपयोग कर सकते हैं, जो हम दवा के लिए उपयोग कर सकते हैं और लोगों के स्वास्थ्य और अच्छा बनाने के लिए। लेकिन मुझे मालूम है कि इस सब के लिए और साधन चाहिए और सुविधाएं चाहिए। ये हमारी पूरी कोशिश रहेगी कि इनको हम बढ़ाएं। Mrs. Gandhi also visited two villages of Minicoy Island, Bada and Palisari. A warm traditional dance greeted the Prime Minister. On her second day, Mrs. Gandhi visited the Kalpani Island, lying at a distance of 287 kilometers off Cochin. The entire population of the island is just 4,000. A large crowd had gathered to welcome Mrs. Gandhi. Addressing a large gathering of people, the Prime Minister said, as you know, although Delhi is many miles from Lakshadweep, for us, all the people of India are near. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡൽഹി ഇവിടെ നിന്ന് വളരെ വിദൂരമാണെങ്കിലും ഞങ്ങൾക്ക് ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഞങ്ങളുടെ അടുത്താണ് എന്നുള്ളതാണ് ഞങ്ങളുടെ തോന്നൽ. Because we are thinking of their welfare, we are thinking of their problems and how to solve them. When we make our plans for the 5 years, we take into consideration the demands, the needs and the difficulties of the people living all over the country, in all the different states, in all the union territories, on the islands, on the mainland, on the mountains, in the plains, in the deserts. All the people to us are equal and need our help. രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം മുൻനിർത്തിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യാറ്.
On her last day of the tour, Mrs. Gandhi inaugurated an agricultural fair at Kavarati. On the occasion, she was received in a traditional manner. In the Lakshadweep, Mrs. Gandhi launched a mechanized fishing trawler built by the state-owned building yard at Kavarati. The yard, commissioned in 1963, delivers 23 fishing trawlers every year for the people of Lakshadweep.